ഡിയർ ഫ്രണ്ട്സ്, രോഗം വന്നിട്ട് ചികിത്സിക്കണമോ, രോഗം വരാതിരിക്കുവാനുള്ള അറിവുകൾ നേടണമോ, പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമോ? തീർച്ചയായും രോഗപ്രതിരോധ മാർഗം തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ട രോഗപ്രതിരോധ മാർഗങ്ങളിൽ ഏറ്റവും മികച്ചത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളിലേക്ക് എങ്ങനെയാണ് രോഗങ്ങൾ വരുന്നത്? ഒരു സംശയമില്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് നമ്മളിലേക്ക് രോഗങ്ങൾ വരുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് സ്ലോ പോയ്സണാണ്. കാരണം എവിടെ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ എവിടെ നിന്ന് വാങ്ങിയാലും അതിലേക്ക് എന്തുണ്ട്? മായമുണ്ട്, വിഷാംശങ്ങളുണ്ട്. അത് പഴങ്ങളായിക്കോട്ടെ, പച്ചക്കറികളായിക്കോട്ടെ, മത്സ്യമായിക്കോട്ടെ, മാംസങ്ങളായിക്കോട്ടെ. ഇങ്ങനെ സ്ഥിരമായി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഇത്തരം ഭക്ഷണങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ എന്തായി മാറുന്നത്? രോഗികളായി മാറുന്നത്. അതുതന്നെയാണ് ഇന്ന് നമ്മുടെ കൊച്ചു കേരളമാണ് ജീവിതശൈലി രോഗികളുടെ എണ്ണത്തിൽ മുൻപന്തിയിൽ ഇന്ത്യയിൽ തന്നെ എത്തുവാനുള്ള കാരണം ഇത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ നമ്മൾ സ്വീകരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മികച്ച പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കുക എന്നത് തന്നെയാണ്. ഒരു പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു നല്ല ഭക്ഷണം ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ കഴിക്കാത്തത് എന്ന് നമ്മളിൽ പലരും വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. കാരണം ആ നല്ല ഭക്ഷണം ഇവിടെയുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കാത്തതാണ് നമ്മുടെ പോരായ്മ അല്ലെങ്കിൽ തെറ്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? കാരണം ഇവിടെ ഉണ്ട്, നമ്മുടെ കൺമുമ്പിലുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, അറിയുവാനോ മനസ്സിലാക്കുവാനോ ശ്രമിക്കുന്നില്ല എന്നതാണ് നമ്മുടെ പോരായ്മ. അങ്ങനെയാണെങ്കിൽ നല്ല ഭക്ഷണം എവിടെ ലഭിക്കും? എന്താണ് ആ നല്ല ഭക്ഷണം? വേറൊന്നുമല്ല, നമ്മളെ ചുറ്റുപാടും കാണുന്ന, നമ്മളെ വഴിയരികിൽ കാണുന്ന, നമ്മളെ പറമ്പിൽ കാണുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. നമ്മുടെ ഗണത്തിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത് കള എന്ന് പറയും. കാരണം ഇതൊരു വസ്തുവിനും കൊള്ളില്ല, ഇതിനെ വെട്ടിക്കളയുക അല്ലെങ്കിൽ മരുന്നടിച്ച് കളയുക എന്ന പ്രവണതയാണ് നമ്മളിൽ പൊതുവെ കണ്ടുവരുന്നതെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഇത്തരം കളകളെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രതിരോധിക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളെ. അത്തരത്തിലുള്ള ഏറ്റവും മികച്ചൊരു ഭക്ഷണമാണ് നമ്മുടെ ചെമ്പരത്തിയിലയും കൊണ്ടുള്ള തോരൻ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? നമ്മുടെ അതിരുകളിലൊക്കെ അല്ലേ, അതിര് കാക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തിയില എന്ന് പറയുന്നത്. ഈ ചെമ്പരത്തിയില നമ്മുടെ ഭക്ഷണത്തിൽ, അതായത് തോരനായിട്ടോ സാമ്പാറായിട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുമെങ്കിൽ, ഉൾപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ പ്രഷർ, ഷുഗർ, പ്രമേഹം, കൊളസ്ട്രോൾ, എന്തിന് ക്യാൻസറിന് വരെ നമുക്ക് പ്രതിരോധിക്കുവാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല ഭക്ഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രൊജക്റ്റാണ് ഓക്സിയുടെ വെൽനസ് പ്രൊജക്റ്റ്. അതോടൊപ്പം തന്നെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? മരണം വരെ മരുന്ന് കഴിക്കുന്ന ഒരു അവസ്ഥയാണ് പൊതുവെ കണ്ടുവരുന്നത്. അതിൽ ഏറ്റവും മാരകമായ ഒരു അസുഖമാണ് ഡയബറ്റിക് അഥവാ ഷുഗർ എന്ന് പറയുന്നത്. പൊതുവെ ഷുഗർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും അത് പഞ്ചസാര അല്ലേ? ആ ഒരു ഇതല്ലാതെ എന്താണ് ഷുഗർ? എന്തുകൊണ്ട് ഷുഗർ വരുന്നു? ഇത് മാറില്ലേ? ഇത് മാറുവാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. പക്ഷെ പലരും എന്താണ്? ഷുഗർ പേഷ്യൻ്റാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലോ ജീവിതകാലം ഫുള്ളായിട്ട് മരുന്ന് കഴിക്കണം. ഞങ്ങൾ ഡോക്ടറുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതൊരു സൈലൻറ്റ് ക്യാൻസർ എന്നാണ് പറയുന്നത്. കാരണം ഷുഗർ വരും, തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. ഒരു 5-6 വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഈ ഷുഗർ പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ബൈ പ്രൊഡക്റ്റ് എന്ന് പറയും. ഒരുപാട് അസുഖങ്ങൾ, അതായത് ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, സ്കിൻ പ്രോബ്ലം, ഇങ്ങനെ ഒരുപാട് ബൈ പ്രൊഡക്റ്റുകൾ, അതൊക്കെ ഷുഗറിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പ്രതിരോധിക്കേണ്ട രോഗമെന്ന് പറയുന്നത് എന്താണ്? ഷുഗർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തരം രോഗങ്ങൾ വരാതിരിക്കുവാനും വന്നാലും അതിനെ സുഖപ്പെടുത്തുവാൻ നമ്മൾ കഴിക്കേണ്ടത് എന്താണ്? ഭക്ഷണം തന്നെയാണ്. അത് തന്നെയാണ് ഓക്സിയുടെ അല്ലെങ്കിൽ വെൽനസ് പ്രൊജക്റ്റിൻ്റെ ആശയവും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമ്മളിലേക്ക് ലഭിക്കാവുന്ന വെച്ച് ഏറ്റവും മികച്ച ഔഷധങ്ങളിലൊന്ന്. അത്തരം ഔഷധ മൂല്യമുള്ള ഭക്ഷണങ്ങളെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് അസുഖങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? സുഖപ്പെടുത്തുവാൻ കഴിയും. ഇന്ന് സുഖപ്പെടുത്തുവാൻ കഴിയില്ല അല്ലെങ്കിൽ മാറില്ല എന്ന് പറയുന്ന ഒരു അസുഖം തന്നെയാണ് ഡയബറ്റിക് അഥവാ ഷുഗർ എന്ന് പറയുന്ന അസുഖം. എന്താണ് ഷുഗർ എന്ന് പറയുന്ന അസുഖം? വളരെ സിമ്പിളാണ്. നമ്മുടെ പാൻക്രിയാസിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നത് അല്ലെങ്കിൽ മന്ദീഭവിക്കുന്നതാണ് ഷുഗർ എന്ന് പറയുന്ന അസുഖമായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ പാൻക്രിയാസിന് എന്ത് ചെയ്താൽ മതി? ഉത്തേജിപ്പിക്കാവുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ മതി. തീർച്ചയായും ഈ അസുഖത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖപ്പെടുത്തുവാൻ കഴിയും. മരുന്ന് കഴിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറുവാൻ കഴിയും. ഇത് സയൻറ്റിഫിക്കായി പ്രൂഫ് ചെയ്തൊരു വ്യക്തിയാണ് ഡോക്ടർ സജീവ് കുമാർ. എത്തിനോ മെഡിസിൻ എന്ന് പറയുന്ന ശാസ്ത്രശാഖയിലെ സയൻറ്റിസ്റ്റും ഇന്ത്യയിലെ ആദ്യത്തെ PhD ഹോൾഡറും. KR നാരായൺ സെൻറ്റർ ഫോർ ബയോടെക്നോളജി കോട്ടയം, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സയൻറ്റിസ്റ്റായി സേവനം അനുഷ്ഠിക്കുന്ന, കൂടാതെ പാരമ്പര്യ വൈദ്യ മേഖലയിൽ 1-2 വർഷമല്ല 300 വർഷത്തിലധികം പാരമ്പര്യ വൈദ്യ മേഖലയിലെ ഒരു കുടുംബാംഗവുമായ ഡോക്ടർ സജീവ് കുമാറിൻ്റെ നേതൃത്വത്തിൽ
വികസിപ്പിച്ചെടുത്ത ഒരുപാട് ഫുഡ് സപ്ലിമെൻറ്റുകളുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ ഡയാമിക്സ് എന്ന് പറയുന്ന ഫുഡ് സപ്ലിമെൻറ്റ്. ഈ ഡയാമിക്സ് എന്ന് പറയുന്ന ഈ ഫുഡ് സപ്ലിമെൻറ്റ് ഇതിൻ്റെ ഒരു ഉപയോഗക്രമമുണ്ട്. അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താനുള്ള കുറച്ച് ഭക്ഷണക്രമങ്ങളുണ്ട്. അതൊക്കെ വളരെ വ്യക്തമായി തന്നെ ഇതിനകത്ത് ഉണ്ടാകും. ഈ ഭക്ഷണക്രമം അനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഷുഗർ എന്ന് പറയുന്ന അസുഖത്തെയും അതോടനുബന്ധിച്ച് നിങ്ങളിലേക്ക് വരാവുന്ന ഒരുപാട് അസുഖങ്ങളെ സുഖപ്പെടുത്തുവാനും പ്രതിരോധിക്കുവാനും കഴിയും. ഞാൻ ഒരുപാട് വ്യക്തികളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല മികച്ച പ്രതികരണമാണ്, റിസൾട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പലരും ഇപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പലരും ചെറിയൊരു കടുക് രൂപത്തിലുള്ള ഗുളിക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഒരുപാട് അസ്വസ്ഥതകൾ വരുന്ന ഒരുപാട് ബൈ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, അതായത് സ്കിൻ പല അസുഖങ്ങൾക്കും കാരണം, പല രോഗങ്ങൾക്കും രോഗങ്ങളായി മാറുവാനും അല്ലെ രോഗികളായി മാറുവാനും പല അസുഖങ്ങളും നമ്മളിലേക്ക് വരുവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഷുഗർ എന്ന് പറയുന്ന അസുഖമാണ്. അപ്പോൾ അതിനെ നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രതിരോധിക്കുവാനും സുഖപ്പെടുത്തുവാനും കഴിയുന്ന ഇന്ന് നമുക്ക് ലഭിക്കാവുന്ന വെച്ച് ഏറ്റവും മികച്ച ഒരു ഫുഡ് സപ്ലിമെൻറ്റ് തന്നെയാണ് ഡയാമിക്സ് എന്ന് പറയുന്ന ഫുഡ് സപ്ലിമെൻറ്റ്. ഇതൊക്കെ നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഉലുവ, ജീരകം, ഗാർലിക്, ജിഞ്ചർ, ബാങ്ക് ഓഫ് അശോക, രാമച്ചം, രക്തചന്ദനം. പക്ഷേ ഇതിൻ്റെ സമ്മിശ്ര രീതിയിലുള്ള ചേരുവകൾ കൊണ്ടാണ് ഇതെന്തായി മാറുന്നത്? ഔഷധ മൂല്യമുള്ള ഒരു ഫുഡ് സപ്ലിമെൻ്റായി മാറുന്നത്. ഈ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക്